PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 7 ആണ്. സുരക്ഷിതമായ നാളേക്ക്, അതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം തന്നെ P. വത്സലയുടെ നെല്ല് എന്ന് പറയുന്ന നോവലിൽ നിന്നുള്ള കുറച്ച് ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, P. വത്സലയുടെ നെല്ല്. അപ്പം അത് തന്നെ ഒരു ചോദ്യമാണ്. നെല്ല് എന്ന് പറയുന്ന നോവൽ എഴുതിയത് ആരാ? P. വത്സലയാണ്. നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെല്ല് എഴുതിയത് ആരാണ്? P. വത്സല. നെല്ലെന്ന് പറയുന്നത് നോവലാണ്. P. വത്സലയുടെ നോവലാണ് നെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് എന്താ? എന്തൊരു മഴ, സന്ധ്യയ്ക്ക് തുടങ്ങി പുലരും വരെ തുടർന്നു. കാർമേഘങ്ങൾ കൂട്ടത്തോടെ ആകാശത്തു മതിച്ചു നടന്നു. കുന്നുകളുടെയും വനനിരകളുടെയും മുഖങ്ങൾ കറുത്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? വയനാടൻ പരിസ്ഥിതിയെ കുറിച്ചാണ് ഈ നോവലില് P. വത്സല വിവരിച്ചിരിക്കുന്നത്. ഓക്കെ, വയനാടൻ പരിസ്ഥിതിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് തേയിലയും സുഗന്ധവിളകളും വ്യാപകമായി കൃഷി ചെയ്യുന്ന മേഖലകൾ ഏതൊക്കെയാണ്? തേയിലയും സുഗന്ധവിളകളും ധാരാളമായിട്ട് കൃഷി ചെയ്യുന്ന മേഖലകൾ, ഒന്ന് നോക്കുക, എല്ലുകോച്ചി, രാജപുരം, റാണിപുരം. ഇതെല്ലാം എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ഓക്കെ, കാസർഗോഡ് ജില്ലയിലെ എല്ലുകോച്ചി, രാജപുരം, റാണിപുരം എന്നിവിടങ്ങളിൽ തേയില, സുഗന്ധവിളകൾ എന്നിവ വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ണൂരിൻ്റെ മലമ്പ്രദേശങ്ങളായിട്ടുള്ള ഇരട്ടി, പേരാവൂർ, ആറളം, ഓക്കെ, അപ്പൊ ഈ പ്രദേശങ്ങളിലും തേയില, സുഗന്ധവിളകൾ എന്നിവ വ്യാപകമായി കൃഷി ചെയ്യുന്നു. കൂടാതെ ഇടുക്കിയിലെ കട്ടപ്പന, നെടുങ്കണ്ടം, ഉടുമ്പൻചോല എന്നിവിടങ്ങളിലും തേയിലയും സുഗന്ധവിളകളും വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ കാസർഗോഡ് ഏതൊക്കെയാണ്? എല്ലുകോച്ചി, രാജപുരം, റാണിപുരം കാസർഗോഡ് ജില്ലയിലാണ്. കണ്ണൂരിലുള്ളത് ഇരിട്ടി, പേരാവൂർ, ആറളം. ഇടുക്കിയില് കട്ടപ്പന, നെടുങ്കണ്ടം, ഉടുമ്പൻചോല. ഇത്രയും പ്രദേശങ്ങളിലാണ് തേയില, സുഗന്ധവിളകൾ എന്നിവ വ്യാപകമായി കൃഷി ചെയ്യുന്നത്. ഇനി കാലാവസ്ഥ, ഭൂപ്രകൃതി, മണ്ണ്, കൃഷി, സസ്യജന്തുജാലങ്ങൾ എന്നിവ മാത്രമല്ല, മനുഷ്യനും നമ്മുടെ പരിസ്ഥിതിയുടെ ഒരു ഭാഗമാണ് അല്ലെ. അപ്പൊ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താ? പ്രകൃതിയിലെ ജൈവികവും അജൈവികവുമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് പരിസ്ഥിതി. പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലെ ജൈവികവും അജൈവികവുമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് പരിസ്ഥിതി. അപ്പൊ ഈ പരിസ്ഥിതിയിൽ കാലാവസ്ഥയുണ്ട്, ഭൂപ്രകൃതി, മണ്ണ്, കൃഷി, സസ്യജന്തുജാലങ്ങൾ, കൂടാതെ മനുഷ്യനും പരിസ്ഥിതിയുടെ ഒരു ഭാഗമാണ്. ഇവിടെ നോക്കുക,
മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള പ്രദേശങ്ങളിലെ ജനജീവിതത്തിൽ പരിസ്ഥിതി എന്ത് സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത്? ഇവിടെ കുറെ പ്രദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതായത് ഇവിടെ തണുപ്പും കോടമഞ്ഞും പൊതിഞ്ഞു നിൽക്കുന്ന പരിസ്ഥിതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളെല്ലാം എല്ലുകോച്ചി, രാജപുരം, റാണിപുരം, കട്ടപ്പന, നെടുങ്കണ്ടം, ഉടുമ്പൻചോല, പേരാവൂർ, ആറളം, ഇരട്ടി, ഇവിടെയെല്ലാം ഏതാണ്ട് ഇതുപോലെ തണുപ്പും കോടമഞ്ഞും പൊതിഞ്ഞു നിൽക്കുന്ന പരിസ്ഥിതിയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു പരിസ്ഥിതി നമുക്ക് എന്താണ് അവിടെ എന്ത് സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത്? പറഞ്ഞു തണുപ്പാണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ തണുപ്പുള്ള കാലാവസ്ഥ പ്രദാനം ചെയ്യുന്നുണ്ട്. കൃഷി ചെയ്യാൻ കഴിയുന്ന വിളകൾ ഏതൊക്കെ എന്ന് നിശ്ചയിക്കുന്നുണ്ട് അല്ലെ. ഓരോ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായിട്ടുള്ള, അപ്പൊ ഇവിടെ ഈ പറഞ്ഞ പ്രദേശങ്ങളിലെല്ലാം അനുയോജ്യമായത് എന്തിനാണ്? തേയിലയും സുഗന്ധ വിളകൾക്കും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ തണുപ്പുള്ള കാലാവസ്ഥ പ്രദാനം ചെയ്യുന്നുണ്ട് പരിസ്ഥിതി. പിന്നെയോ ഓരോ വിളകൾ കൃഷി ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള അല്ലെ അതിനനുസരിച്ചുള്ള കാലാവസ്ഥയാണ്. അപ്പൊ കൃഷി ചെയ്യാൻ കഴിയുന്ന വിളകൾ ഏതൊക്കെയാണെന്ന് നിശ്ചയിക്കുന്നതും പരിസ്ഥിതിയാണ്. കാടും മേടും തെളിച്ച് വന്യജീവികളുടെ ആക്രമണത്തെയും മലമ്പനി തുടങ്ങിയ രോഗങ്ങളെയും നേരിട്ട് മണ്ണിൽ പൊന്നുവിളയിച്ച ഒരു കൂട്ടം മനുഷ്യരുടെ കഥ ആവേശം ജനിപ്പിക്കുന്നതാണ്. മനുഷ്യൻ പരിസ്ഥിതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിന്റെ ഭാഗമായി ചുറ്റുപാടുകളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്? നമുക്കറിയുന്നതാണ് അല്ലെ. അതായത് മനുഷ്യൻ പരിസ്ഥിതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിന്റെ ഭാഗമായി ചുറ്റുപാടുകളിൽ വരുത്തിവെച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ദുർഘടമായ ഭൂപ്രകൃതിയിലൂടെ റോഡുകൾ നിർമ്മിച്ചു, കുന്നിൻ ചെരുവുകളെ തട്ടുകളാക്കി കൃഷി ഇറക്കി, സാധ്യമായ ഇടങ്ങളിൽ വീടുകൾ നിർമ്മിച്ചു. ഇതൊക്കെ നമുക്ക് അറിയുന്നതാ. ഇനി പരിസ്ഥിതിയിലെ വൈവിധ്യങ്ങൾ നമുക്കറിയാം. ഭൂമിയിൽ എല്ലായിടത്തും പരിസ്ഥിതി ഒരുപോലെയാണോ? അല്ല അല്ലെ. ഇവിടെ നമുക്ക് രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മരുഭൂമിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ മരുഭൂമി എന്ന് പറയുമ്പോൾ പൊടി പറത്തിക്കൊണ്ട് നിരന്തരം മണൽക്കാറ്റ് വീശുന്ന വരണ്ട മരുഭൂമിയാണ് അല്ലെ, നമുക്കറിയാം. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിക്ക് പ്രത്യേകത ഉണ്ടാവും അല്ലെ. അവിടെ ചൂടാണ്, അപ്പൊ ചൂടിനനുസരിച്ചിട്ടുള്ള വസ്ത്രധാരണ രീതി ആയിരിക്കും. അപ്പൊ കാലാവസ്ഥയുമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള വസ്ത്രധാരണ രീതി ആയിരിക്കും ഓരോരിടത്തും ഉണ്ടായിരിക്കാം. അതുപോലെ മരുഭൂമി എന്ന് പറയുമ്പോൾ അവിടെ ജലലഭ്യത നല്ല രീതിയിൽ കുറവായിരിക്കും. കൃഷി, ജലമില്ലെങ്കിൽ എന്താണ്, കൃഷി പൊതുവെ കുറവായിരിക്കും. പക്ഷെ ഇവിടെ എന്താണ്, ജനസാന്ദ്രമാണ്. പക്ഷെ അവിടെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട് അല്ലെ, ജനസാന്ദ്രമാണ്, സമ്പന്നരാണ്. പെട്രോളിയം നിക്ഷേപങ്ങളുടെ സാന്നിധ്യമാണ് ഇതിന് കാരണം. അപ്പൊ അവിടെയുള്ള ജനങ്ങൾ, ഒരുപാട് ജനങ്ങൾ ജനസാന്ദ്രമാവാനും അല്ലെങ്കിൽ സമ്പന്നരാവാനും കാരണം എന്താണ്? പെട്രോളിയം നിക്ഷേപങ്ങളുടെ സാന്നിധ്യമാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊരു എന്താണ്, പ്രദേശമാണ് അല്ലെ, അതൊരു പരിസ്ഥിതിയുടെ പ്രത്യേകതയാണ്. ഇനി അടുത്തത് നോക്കൂ, ഇവിടെ കൊടുത്തിരിക്കുന്നത് കുട്ടനാട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുട്ടനാട് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിനും താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്, ഭൂപ്രദേശമാണ് ഇത് കുട്ടനാട്. സമുദ്രനിരപ്പിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് എന്ത്, കുട്ടനാട് എന്ന് പറയുന്നത്. അപ്പൊ ലോകത്ത് തന്നെ അത്യപൂർവമാണ് നമ്മുടെ കുട്ടനാടിൻ്റെത് പോലുള്ള ഭൂപ്രകൃതി എന്നാണ് പറയുന്നത്. ലോകത്ത് തന്നെ അത്യപൂർവമായിട്ടുള്ളൊരു ഭൂപ്രകൃതിയാണ് എന്ത്, കുട്ടനാടിൻ്റെത് എന്ന് പറയാം. കായലുകൾക്കും മറ്റു വെള്ളക്കെട്ടുകൾക്കും ഇടയിൽ ജീവിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾ അത്യധ്വാനത്തിലൂടെ ചെളി കോരി ഉയർത്തിയെടുത്ത നിലങ്ങൾ, നെല്ലും തെങ്ങും താറാവ് വളർത്തലുമൊക്കെയാണ് ഇവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ജീവിത മാർഗങ്ങൾ. അപ്പൊ നെല്ല്, തെങ്ങ്, താറാവ് വളർത്തൽ ഇതെല്ലാം ഇവിടുത്തെ പ്രത്യേകതയാ, കുട്ടനാട്ടിലെ പ്രത്യേകതയാണ്. അപ്പൊ ഇവിടുത്തെ ഭൂമിശാസ്ത്ര സാഹചര്യങ്ങളോട് ഇണങ്ങിയുള്ള ഇവരുടെ ജീവിത മേഖലയിൽ നിന്ന് ഇന്ന് വിനോദസഞ്ചാരമുണ്ട് അല്ലെ. വിനോദസഞ്ചാരം കുട്ടനാട്ടിലൊക്കെ ഒരുപാട് വിനോദസഞ്ചാരികൾ പോവാറുണ്ട്. അതുപോലെ അടുത്തത് നോക്കൂ, ഇവിടെ കൊടുത്തിരിക്കുന്ന എന്താണ്, സൈബീരിയൻ മേഖലയാണ്. മഞ്ഞുറഞ്ഞ സൈബീരിയൻ മേഖലയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ പരിമിതമായ വിഭവങ്ങളും കഠിനമായ കാലാവസ്ഥയുമാണ് ഇവിടെ ജനജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നത്. എന്നാൽ ഇവിടെയും ജനങ്ങൾ വസിക്കുന്നില്ലേ? ഉണ്ട്. ഓരോ പ്രദേശത്തെയും സാഹചര്യങ്ങൾക്കനുസൃതമായി മനുഷ്യർ അവരുടെ ജീവിതവും ക്രമപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് ഈ ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പോൾ മരുഭൂമിയിൽ നല്ല പോലെ ചൂടാണ്, അവിടെ കൃഷിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവിടെ പെട്രോളിയം നിക്ഷേപങ്ങളുടെ സാന്നിധ്യം കൊണ്ടൊക്കെ അവിടുത്തെ ജനങ്ങൾ സമ്പന്നരാണ് എന്ന് പറയുന്നു. കുട്ടനാട് എന്ന് പറയുമ്പോൾ സമുദ്രനിരപ്പിന് ഏറ്റവും താഴെ വരുന്ന പ്രദേശമാണ് കുട്ടനാട്. കുട്ടനാടിലും എന്താണ് പറയുന്നത്, അവിടെ പ്രധാനമായിട്ട് നെല്ല്, തെങ്ങ് അല്ലെ, താറാവ് വളർത്തൽ അങ്ങനെയുള്ള ഉപജീവന മാർഗങ്ങളാണ് അവർക്കുള്ളത്. സൈബീരിയൻ മേഖലയിലാണെങ്കിൽ കടുത്ത മഞ്ഞാണ്. അപ്പോൾ ആ മഞ്ഞ് തണുപ്പിനനുസരിച്ചിട്ടുള്ള വസ്ത്രധാരണമൊക്കെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അവരും ജീവിക്കുന്നുണ്ട്. ഓരോ പ്രദേശത്തിന്റെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് അവിടുത്തെ മനുഷ്യർ അവരുടെ ജീവിതം എന്താണ് ക്രമപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്.
എന്നാൽ അമിത വിഭവ ചൂഷണവും അശാസ്ത്രീയമായ ഇടപെടലുകളും പ്രകൃതിയുടെ സന്തുലനം തെറ്റാൻ ഇടയാക്കും. അല്ലെ, അമിതമായിട്ട് വിഭവങ്ങളെ ചൂഷണം ചെയ്യുകയും അശാസ്ത്രീയമായിട്ടുള്ള ഇടപെടലുകളൊക്കെ പ്രകൃതിയുടെ സന്തുലനം തെറ്റാൻ വേണ്ടിയിട്ട് സാഹചര്യം ഒരുക്കും എന്നാണ് പറയുന്നത്. ഇനി പരിസ്ഥിതി സംരക്ഷണം എന്താണ് പരിസ്ഥിതി സംരക്ഷണം? എന്തിനു വേണ്ടിയിട്ടാണ് പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത്? നമുക്ക് അറിയുന്ന കാര്യങ്ങളാ, എങ്കിലും നമുക്കിതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, ഭൂമിയിലെ നിരവധിയായ ജീവജാലങ്ങളിൽ ഒന്ന് മാത്രമാണ് മനുഷ്യൻ. അല്ലെ, ഒരു ഭൂമി എന്ന് പറയുമ്പോൾ അവിടെ ഒത്തിരി സസ്യജന്തുജാലങ്ങളും എല്ലാം കാണപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ജീവജാലങ്ങളിൽ ഒന്ന് മാത്രമാണ് നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത്. നിലനിൽപ്പിനായി മറ്റു ജീവജാലങ്ങളെ ഇത്രയേറെ ആശ്രയിക്കുന്ന മറ്റൊരു ജീവിയും ഭൂമുഖത്തില്ല. അല്ലെ, നമ്മൾ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ വളർത്തു മൃഗങ്ങളെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മറ്റു ജന്തുക്കളെയും സസ്യങ്ങളെയും എല്ലാം ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ മറ്റു ജീവജാലങ്ങളെ ഇത്രയേറെ ആശ്രയിക്കുന്ന മറ്റൊരു ജീവിയും ഭൂമുഖത്ത് ഉണ്ടായിരിക്കില്ല. നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് മറ്റു ജീവികളെ ആശ്രയിക്കുന്നത്? ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഔഷധം, ഇന്ധനം, ഇതെല്ലാം നമുക്ക് പ്രദാനം ചെയ്യുന്നത് ആരാണ്? പ്രകൃതിയിലെ സസ്യ ജന്തു ജാലങ്ങളാണ്. അല്ലെ, നമ്മുടെ ആഹാരത്തിന് വേണ്ടി നമ്മൾ പല സസ്യങ്ങൾ ഉപയോഗിക്കുന്നു, മൃഗങ്ങളെ കൊന്ന് നമ്മൾ ആഹാരമാക്കുന്നുണ്ട്. വസ്ത്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ സസ്യങ്ങൾ അല്ലേ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പരുത്തി, അതുപോലെ തന്നെ കമ്പിളിയൊക്കെ നമ്മൾ എന്താണ് ചെമ്മരിയാടിൻ്റെയൊക്കെ രോമമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കമ്പിളി വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പാർപ്പിടത്തിന് വേണ്ടിയിട്ട് നമ്മൾ മരങ്ങൾ വെട്ടിമുറിച്ച് അല്ലെ ഉപയോഗിക്കുന്നുണ്ട്. ഔഷധത്തിന് സസ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ജന്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ എല്ലാ രീതിയിലും നമ്മൾ പ്രകൃതിയിലെ സസ്യജന്തുജാലങ്ങളെ ആശ്രയിച്ചാണ് മനുഷ്യൻ നിലനിൽക്കുന്നത്. അപ്പൊ നിലനിൽപ്പിന് വായുവും വെള്ളവും എന്നതുപോലെ മണ്ണും പ്രധാനമാണ്. അല്ലെ, നിലനിൽപ്പിന് വായുവും വെള്ളവും മാത്രം പോരാ, മണ്ണും പ്രധാനമാണ്. ആവാസ വ്യവസ്ഥ, ഭക്ഷ്യ ശൃംഖല എന്നിവയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെ, നമുക്ക് അറിയുന്നതാണ് ആവാസ വ്യവസ്ഥ എന്താണ്, ഭക്ഷ്യശൃംഖല എന്താണ്. നിരന്തരം നടക്കുന്ന പ്രകൃതിയിലെ പരിണാമ പ്രക്രിയയിലെ ഒടുവിലത്തെ കണ്ണിയാണ് മനുഷ്യൻ. തന്റെ നിലനിൽപ്പിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മനുഷ്യൻ പ്രകൃതിയിൽ നടത്തുന്ന ഇടപെടലുകൾ വിപരീത ഫലമാണ് ഉണ്ടാവുന്നത്. അല്ലെ, മനുഷ്യൻ എപ്പോഴും നമുക്ക് എങ്ങനെ നിലനിൽക്കാം എന്ന നമ്മുടെ സ്വന്തം നിലനിൽപ്പിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത്. അപ്പൊ അത് തന്നെ എല്ലാം വിപരീത ഫലമായിട്ടാണ് വരിക. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ ഇടപെടുക എന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ട് സ്വീകരിക്കേണ്ട ഒരു മാർഗം. മനുഷ്യരാശിയുടെ മാത്രമല്ല സകല ജീവജാലങ്ങളുടെയും ആരോഗ്യപൂർണമായ നിലനിൽപ്പിന് പരിസ്ഥിതിയെയും അതിന്റെ വൈവിധ്യത്തെയും സംരക്ഷിച്ചേ മതിയാവും. അപ്പൊ എന്താണ് പരിസ്ഥിതി സംരക്ഷണം, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. നമുക്ക് അറിയുന്ന കാര്യമായതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ വായിച്ചു പോയത് കേട്ടോ. ഇനി എന്താണ് പ്രകൃതിക്ഷോഭങ്ങൾ? അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഋതുഭേദങ്ങൾ പഠിച്ചല്ലേ, ഋതുഭേദവും സമയവും എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചു. അപ്പൊ ഋതുഭേദം എന്ന് പറയുന്നത് വളരെ വിസ്മയകരമാണ്. അല്ലെ, കാലാവസ്ഥ ഇങ്ങനെ മാറി മാറി വരുന്നു. ഇടിയും മിന്നലും അകമ്പടിയായി എത്തുന്ന മഴക്കാലം, ചിലയിടങ്ങളിൽ മഞ്ഞും വീഴ്ച, നിലയ്ക്കാതെ കാറ്റുവീശുന്ന ഇടങ്ങൾ, ഇളം കാറ്റു മുതൽ സർവ്വവും തൂത്തെറിയുന്ന ചുഴലിക്കാറ്റു വരെ, മലമ്പ്രദേശങ്ങളിൽ മഴക്കാലത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നു, താഴ്ന്നിടങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു. പ്രകൃതി പ്രതിഭാസങ്ങൾ ചിലപ്പോഴൊക്കെ വിനാശകാരികളാകാറുണ്ട്. അപ്പോൾ എന്താണ് പ്രകൃതിക്ഷോഭങ്ങൾ? നമ്മുടെ ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായേക്കാവുന്ന പ്രകൃതിദത്ത പ്രതിഭാസങ്ങളെയാണ് പ്രകൃതിക്ഷോഭങ്ങൾ അഥവാ നാച്ചുറൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായേക്കാവുന്ന പ്രകൃതിദത്ത പ്രതിഭാസങ്ങളാണ്, അതാണ് പ്രകൃതിക്ഷോഭങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പ്രകൃതിക്ഷോഭങ്ങൾ? പ്രകൃതിക്ഷോഭങ്ങൾ എന്നിവയ്ക്ക് ഉദാഹരണമാണ് കാറ്റ്, തിരമാല, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ്, സുനാമി, പേമാരി, ഉരുൾപൊട്ടൽ, ഹിമപാതം, കടലാക്രമണം, ഭൂകമ്പം, മഴ, ഇതെല്ലാം എന്താണ്? പ്രകൃതിക്ഷോഭങ്ങളാണ്. കാറ്റ്, തിരമാല, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ്, സുനാമി, പേമാരി, ഉരുൾപൊട്ടൽ, ഹിമപാതം, കടലാക്രമണം, ഭൂകമ്പം, മഴ, ഇതെല്ലാം പ്രകൃതിക്ഷോഭങ്ങൾക്ക് ഉദാഹരണമാണ്. ഈ പ്രകൃതിക്ഷോഭങ്ങൾ ദുരന്തങ്ങളാകുമ്പോൾ എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കനത്ത മഴയിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള 2 പ്രദേശങ്ങളാണ് നമുക്ക് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഉരുൾപൊട്ടാനായിട്ട് ചാൻസ് ഉള്ള 2 ചിത്രങ്ങൾ എയും ബിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായാൽ ഇതിലേത് പ്രദേശത്താണ് അത് ദുരന്തമായി മാറാൻ സാധ്യതയുള്ളത്? ഇവിടെ നോക്കുക, ഇവിടെ ഈ മലയുടെ താഴെയായിട്ട് കുറേയധികം വീടുകളാണ് നമുക്ക് കാണാൻ പറ്റുക. ഇവിടെയാണെങ്കിലോ
കുറേ അധികം മരങ്ങളാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഉരുൾപൊട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും എവിടെയായിരിക്കും ദുരന്തം ഉണ്ടാവുക? ഈ ആളുകൾ താമസിക്കുന്ന വീടുകൾ, ഇതിന് മുകളിലൂടെ ഉരുൾപൊട്ടി ഒഴുകിയാലാണ് അവിടെ ദുരന്തം ആയിട്ട് മാറുക. അപ്പൊ ദുരന്തം ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് എ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്താണ് അല്ലെ. അപ്പൊ പലപ്പോഴും പ്രകൃതിക്ഷോഭങ്ങൾ മനുഷ്യരെ ബാധിക്കാറില്ല. മനുഷ്യന് അപായകരമായി മാറുമ്പോഴാണ് അത് ദുരന്തമായി മാറുന്നത് അല്ലെ. നമ്മൾ മനുഷ്യർ വസിക്കുന്ന ഇടം അവിടേക്ക് വരുമ്പോഴാണ് അത് ദുരന്തമായി മാറുന്നത്. അന്റാർട്ടിക്കയിൽ ഒരു മഞ്ഞുമല ഇടിഞ്ഞാലോ ജനവാസമില്ലാത്ത മരുഭൂമിയിൽ ഭൂകമ്പം ഉണ്ടായാൽ അത് ദുരന്തമായി പരിഗണിക്കാറില്ല. അന്റാർട്ടിക്കയിൽ ഒരു മഞ്ഞുമല ഇടിഞ്ഞാലോ അല്ലെങ്കിൽ ജനവാസമില്ലാത്ത മരുഭൂമിയിൽ ഭൂകമ്പം ഉണ്ടായാലോ അതൊരു ദുരന്തമായിട്ട് പരിഗണിക്കാറില്ല, അവ എത്ര കനത്തതായാലും. എന്നാൽ ഒരു ജനനിബിഡമായ ഒരു താഴ്വരയിലാണ് അത്തരമൊരു പ്രതിഭാസം ഉണ്ടാകുന്നത് എങ്കിൽ അത് ദുരന്തമാകും. അപ്പോൾ എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ? പ്രകൃതിദത്തമായ കാരണങ്ങളാൽ ഉണ്ടാവുന്ന ദുരന്തങ്ങളെയാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയാം, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോ പ്രകൃതി ദുരന്തങ്ങൾ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിദത്തമായ കാരണങ്ങളാൽ ഉണ്ടാവുന്ന ദുരന്തങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് ഇന്ത്യയിലെ പ്രകൃതി ദുരന്തങ്ങൾ. ഇന്ത്യയിൽ എല്ലാ വർഷവും നിരവധി ആളുകൾ പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട് മരിക്കുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ എല്ലാം ചെയ്യുന്നത് നമ്മൾ വാർത്തകളിലൊക്കെ സ്ഥിരം കാണുന്നതാണ്. അപ്പൊ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ പട്ടികയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ചുഴലിക്കാറ്റ്, ഭൂകമ്പം, ഉരുൾപൊട്ടൽ, ആലിപ്പഴ വർഷം, വരൾച്ച, ഇടിമിന്നൽ, സുനാമി, വെള്ളപ്പൊക്കം, ഹിമപാതം, ഹിമാഘാതം. ഇത് ഭാരത സർക്കാർ ആഭ്യന്തര മന്ത്രാലയം അതിൽ നിന്നും അവലംബിച്ചെടുത്തിരിക്കുന്നതാണ്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ പട്ടികയാണിത്. ഏതൊക്കെയാണ്? ചുഴലിക്കാറ്റ്, ഭൂകമ്പം, ഉരുൾപൊട്ടൽ, ആലിപ്പഴ വർഷം, വരൾച്ച, ഇടിമിന്നൽ, സുനാമി, വെള്ളപ്പൊക്കം, ഹിമപാതം, ഹിമാഘാതം എന്നിവയാണ്. ഈ പ്രകൃതി ദുരന്ത സാധ്യതകൾ കേരളത്തിൽ എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിന്റെ ഭൂപ്രകൃതി നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ, കേരള ജോഗ്രഫി നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ചാഞ്ഞു നിൽക്കുന്ന തെങ്ങിൻ തലപ്പുകൾ, അതിരിടുന്ന കായൽ പരപ്പ്, ഇടനാട്ടിലെ സമൃദ്ധമായ പച്ചപ്പ്, അല്പം കിഴക്കുമാറി സുഖശീതളമായ കാലാവസ്ഥയുമായി മലമടക്കുകൾ. ലോക പ്രശസ്തമാണ് കേരളത്തിന്റെ പ്രകൃതി ഭംഗി, നമുക്കറിയുന്നതാ. എന്നാൽ പ്രകൃതിയുടെ ഈ സുന്ദരമായ മുഖം ഇടയ്ക്കൊക്കെ രൗദ്രമാകാറുണ്ട്. അപ്പോഴൊക്കെ നാശനഷ്ടങ്ങളും ഉണ്ടാവുന്നു. അപ്പൊ കേരളത്തിലും എന്തുണ്ടാവാറുണ്ട്? ചില പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യത ഉള്ളതാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഉരുൾപൊട്ടി ഒഴുകുന്ന ദുരന്തം. നോക്കുക, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന ദുരന്തം ഏതാന്ന് ചോദിച്ചെങ്കിൽ ഏതാണ്? അത് ഉരുൾപൊട്ടലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന ദുരന്തമാണ് ഉരുൾപൊട്ടൽ. കാലവർഷ മേഘങ്ങൾ കേരളത്തിന് മുകളിൽ ഉരുണ്ടുകൂടുന്നതോടുകൂടി കിഴക്കൻ മലയോരത്തിലെ ചില പ്രദേശങ്ങൾ ഉരുൾപൊട്ടൽ ഭീഷണിയുടെ നിഴലിലാകുന്നു. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന ദുരന്തമാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. ഇക്കാലത്ത് ഇടനാട്ടിലും അങ്ങിങ്ങ് മലയിടിച്ചിൽ ഉണ്ടാവാറുണ്ട്. അടുത്തിടെ കോഴിക്കോട് ജില്ലയിലെ പുല്ലൂരാമ്പാറയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ ചിത്രമാണിത്. അപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് ജില്ലയിലാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായ ഇപ്പോൾ പുല്ലൂരാമ്പാറ എന്ന് പറയുന്നത് ഏത് ജില്ലയിലാണ്? അത് നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പുല്ലൂരാമ്പാറ എവിടെയാണ്? പുല്ലൂരാമ്പാറ, ഉരുൾപൊട്ടൽ ഉണ്ടായ പുല്ലൂരാമ്പാറ കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലാണ് പുല്ലൂരാമ്പാറ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ പുല്ലൂരാമ്പാറയിൽ ഉണ്ടായത് നോക്കുക, ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി എന്ന സ്ഥലത്തുണ്ടായ ഉരുൾപൊട്ടലിനേക്കാൾ വിസ്തൃതമായ പ്രദേശത്തായിരുന്നു കോഴിക്കോട് ജില്ലയിലെ പുല്ലൂരാമ്പാറയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലും എന്തുണ്ടായിട്ടുണ്ട്? ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. എവിടെയാണ്? അമ്പൂരി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലാണ് അമ്പൂരി എന്ന് പറയുന്ന പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. എവിടെയാ? പുല്ലൂരാമ്പാറയിൽ. 7 പേരാണ് അവിടെ മരണപ്പെട്ടത്. പുല്ലൂരാമ്പാറയിൽ മരണപ്പെട്ടവർ 7 പേരാണ്. അമ്പൂരിയിൽ എത്ര പേര് മരണപ്പെട്ടു? 39 പേർ. മലമ്പ്രദേശങ്ങളിലെ ജനസാന്ദ്രത അപകട തീവ്രത വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി ഓർക്കുക, കോഴിക്കോട് ജില്ലയിലെ പുല്ലൂരാമ്പാറ ഓർക്കുക.
അപ്പൊ അവിടെ ഉരുൾപൊട്ടൽ ദുരന്തത്തില് ഒരാളുടെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് വായിക്കുന്നില്ല കേട്ടോ, നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക PDF ഇട്ട് തരുമ്പോൾ. ഇനി എന്താണ് ഉരുൾപൊട്ടൽ? അപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ പുല്ലൂരാമ്പാറയിൽ ഉണ്ടായി, തിരുവനന്തപുരം ജില്ലയിൽ അമ്പൂരിയിൽ ഉണ്ടായി. എന്താണ് ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്? നോക്കുക. ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിശക്തമായി മഴ പെയ്യുമ്പോൾ ധാരാളം ജലം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങും. ഇത് മണ്ണിലെ സുഷിരങ്ങളിൽ കനത്ത സമ്മർദ്ദം ചെലുത്തും. ഇളകിയ പാറയുടെയും മറ്റും അടിയിലെ മണ്ണ് വെള്ളത്തിന്റെ തള്ളൽ മൂലം താഴേക്കു നീങ്ങാനിടയാക്കും. ഭൂഗുരുത്വം മൂലം ആ ഭാഗം ഒന്നാകെയോ ഭാഗികമായോ വൻ ശബ്ദത്തോടെ ഇടിഞ്ഞു വീഴുന്നതിന് ഇത് കാരണമാവുന്നു. ഈ പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞു, ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിശക്തമായിട്ട് മഴ പെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ധാരാളം ജലം മണ്ണിലോട്ട് ആഴ്ന്നിറങ്ങും. ഇത് മണ്ണിലെ സുഷിരങ്ങളിൽ കനത്ത സമ്മർദ്ദം ചെലുത്തും. ഇളകിയ പാറയുടെയും മറ്റ് അടിയിലെയും മണ്ണ് വെള്ളത്തിന്റെ തള്ളൽ മൂലം താഴേക്ക് നീങ്ങാനിടയാക്കും. ഭൂഗുരുത്വം മൂലം ആ ഭാഗം ഒന്നാകെയോ അല്ലെങ്കിൽ ഭാഗികമായോ വൻ ശബ്ദത്തോടെ ഇടിഞ്ഞു വീഴുന്നു. ഇതിനെയാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. മണ്ണിൽ സംഭരിക്കപ്പെട്ട ജലം ഇതേ തുടർന്ന് എന്ത് ചെയ്യുന്നു? വൻ ചാലുകളായി ഒഴുകാൻ തുടങ്ങും. ഈ നീരൊഴുക്ക് മിക്കപ്പോഴും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും അവസാനിക്കും. എന്നാൽ ചില അവസരങ്ങളിൽ ഇത് സ്ഥിരം നീർച്ചാലായിട്ട് മാറാറുണ്ട്. മലപ്രദേശങ്ങളിലെ നീർച്ചാലുകളിൽ പലതും ഇങ്ങനെ രൂപം കൊള്ളുന്നവയാണ്. ഉരുൾപൊട്ടൽ മൂലമുണ്ടാവുന്ന നീർച്ചാലുകളാണ്. നീർച്ചാലുകളുടെ നിരന്തര അപരദനത്തിന്റെ ഫലമായി ഉണ്ടാവുന്ന താഴ്വരകൾ കാലാന്തരത്തിൽ എന്തു ചെയ്യും? വലുതാകും. നീർച്ചാലുകളുടെ നിരന്തര അപരദനത്തിന്റെ ഫലമായി ഉണ്ടാവുന്ന താഴ്വരകൾ കാലാന്തരത്തിൽ വലുതാവും. ഇത്തരത്തിൽ ഭൂപ്രദേശങ്ങളുടെ പരിണാമ പ്രക്രിയയുടെ ഭാഗമാണ് നീർച്ചാലുകളുടെ രൂപം കൊള്ളൽ എന്ന് ശാസ്ത്രലോകം കരുതുന്നു. പലപ്പോഴും പ്രകൃതിയിൽ മനുഷ്യന്റെ അശാസ്ത്രീയമായ ഇടപെടലുകളും ഉരുൾപൊട്ടലുകൾക്ക് കാരണമാവാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, നോക്കുക. 50 വർഷം കൊണ്ട് ഒരു പ്രദേശത്തിനുണ്ടായ മാറ്റങ്ങളാണ് ഈ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. അപ്പൊ 50 വർഷം മുൻപ് നോക്കുക. ഇവിടെ എങ്ങനെയാണ്? ഈ മലയോര പ്രദേശങ്ങളിൽ, അതായത് ഈ മലയുടെ ഈ ഭാഗങ്ങളിലൊക്കെ എന്തുണ്ട്? മരങ്ങളുണ്ട്. അപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടാവാനായിട്ട് ചാൻസ് കുറവാണ് അല്ലെ. വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാലും അത് വലിച്ചെടുക്കാനും അതിനെല്ലാത്തിനും എന്തുണ്ട്? അവിടെ മരങ്ങളുണ്ട്. അപ്പോൾ ഉരുൾപൊട്ടി ഒഴുകാനായിട്ടുള്ള അവസരം കുറവാണ്. വീടുകൾ, ഇവിടെ കുറച്ച് വീടുകൾ ഈ ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ ഇപ്പോഴെന്തായി? ആ മരങ്ങൾ നിന്ന ഭാഗം മുഴുവൻ, മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച് അവിടെ എല്ലാം എന്തായിട്ട് മാറി? വീടുകളായിട്ട് മാറി അല്ലെ. വീടുകളാണ് കൂടുതൽ, മരത്തിന്റെ ഒരു അംശം പോലും ഇവിടെ കാണാൻ പറ്റുന്നില്ല അല്ലെ. അപ്പൊ വനനശീകരണം, കുന്നിൻ ചെരുവുകളിൽ നാം നടത്തുന്ന അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഈ ചരിവുകളെ എന്ത് ചെയ്യുന്നുണ്ട്? ദുർബലമാക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ കുന്നിൻ പ്രദേശങ്ങളിലെ അശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം. കുന്നിന്റെ വശങ്ങളെല്ലാം ഇടിച്ച് നമ്മൾ മണ്ണെടുക്കുന്നുണ്ട്. കുത്തനെ ചെരിവുള്ള ഇടങ്ങളിൽ മണ്ണിന് ഇളക്കം തട്ടുന്ന വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. ചരിവ് കൂടുതലുള്ള ഇടങ്ങളിൽ വീടുകളും മറ്റു കെട്ടിടങ്ങളും നിർമ്മിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എന്ത് വർദ്ധിപ്പിക്കുന്നു? ഉരുൾപൊട്ടലിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. സ്ഥലപരിമിതി എന്നത് കേരളം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഒന്നാണ്. സ്ഥലപരിമിതി കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 30% ചെരിവ് കൂടിയ പ്രദേശങ്ങളാണ് താനും. അതുകൊണ്ട് തന്നെ ഭൂവിനിയോഗം ശാസ്ത്രീയമായി ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ശാസ്ത്രീയമായ ഭൂവിനിയോഗ രീതികൾ എന്തൊക്കെയാണ്? കുന്നിൻ ചരിവുകളെ തട്ടുകളാക്കി ചരിവിന്റെ അളവ് കുറയ്ക്കുക, മലമ്പ്രദേശങ്ങളിലെ സ്വാഭാവിക നീർച്ചാലുകൾക്ക് തടസ്സമുണ്ടാക്കാതിരിക്കുക, ചരിവ് കൂടുതലുള്ള ഇടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക. ഇതൊക്കെയാണ് ശാസ്ത്രീയമായിട്ടുള്ള ഭൂവിനിയോഗ രീതികൾ എന്ന് പറയുന്നത്. അടുത്തത് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. 2015 ഏപ്രിൽ 25 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം 11:41. മാസങ്ങളോളം നീണ്ട തണുപ്പിന് ശേഷം എത്തിയ വേനലിന്റെ ഇളം ചൂട്ടിൽ ആലസ്യം വിട്ട് ബസ്മതി പാടങ്ങളിലും തേയിലത്തോട്ടങ്ങളിലും തെരുവുകളിലെ പണിശാലകളിലും ജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു ബാർപാക് ഗ്രാമവാസികളിൽ മിക്കവരും. പൊടുന്നനെയാണത് സംഭവിച്ചത്. ഭൂതലം ഒന്നാകെ കുലുങ്ങി വിറച്ചു. കൊടുങ്കാറ്റിലകപ്പെട്ട വഞ്ചികൾ പോലെ കെട്ടിടങ്ങൾ ആടി ഉലഞ്ഞു. പിന്നെ ചീട്ടുകൊട്ടാരം പോലെ നിലംപൊത്തി. പാലങ്ങൾ, വൈദ്യുതി തൂണുകൾ ഒക്കെ ഒടിഞ്ഞ് മടങ്ങി നിലത്തും തലയും കുത്തി നിന്നു.
നൂറ്റാണ്ടുകൾക്ക് മുൻപ് പടുത്തുയർത്തിയ മന്ദിരങ്ങൾക്കും രക്ഷയുണ്ടായില്ല. അപ്പോ ഇവിടെ എന്താണ് പറയുന്നത്? ഒരു ഭൂകമ്പവും അതുണ്ടാക്കിയിട്ടുള്ള നാശനഷ്ടങ്ങളുമാണ് ഇവിടെ പറഞ്ഞത്. ഈ സംഭവം നടന്ന 24 മണിക്കൂറിനുള്ളിൽ 40 തവണയാണ് തുടർചലനങ്ങൾ ഉണ്ടായത്. അപ്പോഴേക്കും കാഠ്മണ്ഡു പട്ടണത്തിന് 200 കിലോമീറ്റർ ചുറ്റളവിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞിരുന്നു. 10,000-ലധികം മനുഷ്യർ മരണമടഞ്ഞ ആ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം 28 ഡിഗ്രി 15 മിനിറ്റ് വടക്ക്, 84 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് എന്നീ അക്ഷാംശ രേഖാംശങ്ങൾ കൂടിച്ചേരുന്നിടത്തു നിന്നും 30 കിലോമീറ്റർ താഴെയാണെന്നാണ് ഭൗമശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. അപ്പോ നമ്മൾ ഇപ്പോൾ കണ്ടത് നേപ്പാളിലാണ് കാഠ്മണ്ഡു അല്ലെ. ഇപ്പൊ നേപ്പാളിന്റെ ഒരു ദൃശ്യമാണ്. ഭൂകമ്പം നാശനഷ്ടങ്ങൾ വിതച്ച നേപ്പാളിന്റെ ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നേപ്പാളിലെ ഭൂകമ്പത്തെ കുറിച്ച് നൽകിയിട്ടുള്ള ലഘു വിവരണം വായിച്ചല്ലോ. അനേകം മനുഷ്യരുടെ ദുരിത കഥയാണ് ഓരോ ഭൂകമ്പത്തിനും പറയാനായിട്ട് ഉണ്ടാവുക. അപ്പൊ എന്താണ് ഭൂകമ്പം? സ്ഥിരമായി ഭൂകമ്പങ്ങൾ ഉണ്ടാവുന്ന മേഖലകൾ അവ ഉണ്ടാവുന്നതിനുള്ള കാരണങ്ങൾ ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ഭൂകമ്പങ്ങളെ കുറിച്ച് പഠിച്ചു. ഇന്ത്യയിലെ ഭൂകമ്പ ദുരന്ത തീവ്രതയാണ് ഇനി പറയുന്നത്. ഇന്ത്യയിലെ ഭൂകമ്പ ദുരന്ത തീവ്രതയുടെ തോത് സൂചിപ്പിക്കുന്ന ഭൂപടം കാണൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഭൂകമ്പ ദുരന്ത തീവ്രത ഭൂപടം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ദുരന്ത തീവ്രത ഉള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് കളറിലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ ദുരന്ത തീവ്രത ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞിട്ട് ആദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡ് വരുന്നതാണ് ദുരന്ത തീവ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉയർന്ന ദുരന്ത തീവ്രതയുള്ളത്? ഈ ഒരു കളർ ഷെയ്ഡ് ഏറ്റവും ഡാർക്കായിട്ട് കാണപ്പെടുന്നത് കണ്ടോ? ഈ ഒരു ഭാഗം കണ്ടില്ലേ? ഇവിടെ 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 ഇവിടേക്കാണ് എന്ത് ഭൂകമ്പ ദുരന്ത തീവ്രത ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഈ ഒരു ഡാർക്ക് ഷെയ്ഡിൽ കാണുന്നതാണ് ഏറ്റവും കൂടുതൽ ദുരന്ത തീവ്രത ഉള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ഈ സംസ്ഥാനങ്ങൾ? ഈ ഭാഗത്ത് വരുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം അല്ലെ. ഇവിടെ ഉത്തരാഞ്ചൽ വരുന്നുണ്ട്, ബീഹാർ വരുന്നുണ്ട്, പിന്നെ ഇവിടെ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ആസാം, മേഘാലയ ഇത്രയും ഭാഗം എന്ത് വരുന്നുണ്ട്? ഭൂകമ്പ തീവ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരാഞ്ചൽ, ബീഹാർ, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ആസാം, മേഘാലയ ഇത്രയുമാണ് ഭൂകമ്പ തീവ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങൾ. ഇനി കേരളത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് കേരളം വരുന്നത്. അപ്പൊ കേരളത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സാമാന്യം ദുരന്ത തീവ്രത എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഈ ഒരു കളർ ഷെയ്ഡാണ് അല്ലെ കേരളത്തിൽ വരുന്നത്. ഇതാണ് കേരളത്തിന്റെ കളർ ഷെയ്ഡ്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? സാമാന്യം ദുരന്ത തീവ്രതയുള്ളതാണ്. സാമാന്യം ദുരന്ത തീവ്രതയുള്ളതാണ് കേരളം എന്ന് പറയുന്നത്. ഇനി ഭൂകമ്പ തീവ്രത ഏറ്റവും കുറവ് എവിടെയാണ്? കുറവ് എന്ന് പറയുന്നത് ഏറ്റവും കുറവ്, തീരെ കുറവ് എന്ന് പറയുന്നത് ഈ ഡോട്ടായിട്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളിലാണ്. കണ്ടോ? ഈ ഡോട്ടായിട്ട് കാണപ്പെടുന്നതാണ് ഏറ്റവും കുറവായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണ്? മധ്യപ്രദേശ് അല്ലെ, മധ്യപ്രദേശ് വരുന്നുണ്ട്, കർണാടക, തെലങ്കാന, അതുപോലെ ഒറീസ ഒക്കെയാണ്. കർണാടക, തെലങ്കാന, ഒറീസ, മധ്യപ്രദേശ് ആ ഭാഗങ്ങളിലൊക്കെയാണ് ഭൂകമ്പ തീവ്രത തീരെ കുറവ്, ഏറ്റവും കുറവായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. ഏറ്റവും കൂടുതലുള്ളത് എവിടേക്കാ? ഉത്തരാഞ്ചൽ, ബീഹാർ, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ആസാം, മേഘാലയ എന്നീ പ്രദേശങ്ങളിലാണ്. കേരളത്തിൽ സാമാന്യം ദുരന്ത സാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളം. ഭൂകമ്പ തീവ്രത ഏറ്റവും കുറവ് എവിടെയൊക്കെയാണ്? കർണാടകം, തെലങ്കാന, ഒറീസ, മധ്യപ്രദേശ് എന്നീ ഭാഗങ്ങളിലാണ് ഏറ്റവും കുറവായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി അടുത്തത് അടി തെറ്റാതിരിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ചോദ്യങ്ങൾക്കാണ് നമ്മളിപ്പോ ആൻസർ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അടുത്തത് അടി തെറ്റാതിരിക്കാൻ. ലത്തൂർ ഭൂകമ്പത്തിൽ അനേകം പേർ മരിച്ചു. എന്ത് ഭൂകമ്പമാണ്? ലത്തൂർ ഭൂകമ്പം. നമ്മൾ നേരത്തെ ഉരുൾപൊട്ടൽ പഠിച്ചില്ലേ? എവിടേക്കാണ്? കോഴിക്കോട് അല്ലെ, പുല്ലൂരാമ്പാറയിലും തിരുവനന്തപുരത്ത് അമ്പൂരിയിലും പഠിച്ചു. ഭൂകമ്പം പഠിക്കുക. ലത്തൂർ ഭൂകമ്പമാണ്. ലത്തൂർ ഭൂകമ്പത്തിൽ അനേകം പേർ മരിച്ചു, നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽപ്പെട്ടാണ് ഇതിലേറെയും സംഭവിച്ചത്. എന്നാൽ നിരന്തരം ഭൂകമ്പങ്ങൾ ഉണ്ടാവുന്ന ജപ്പാനിൽ കെട്ടിടങ്ങൾ തകർന്നുണ്ടാവുന്ന അപകടങ്ങൾ താരതമ്യേന കുറവാണ്. ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കെട്ടിട നിർമ്മാണ രീതിയാണ് അവർ പിന്തുടർന്നത്. നാം വീടുകൾക്ക് മോടി കൂട്ടുന്നതിന് പകരം അവയുടെ ഉറപ്പല്ലേ ഉറപ്പുവരുത്തേണ്ടത് ആണ് അല്ലെ. അപ്പൊ ഈ ഭൂകമ്പം ഉണ്ടായ സ്ഥലത്തിന്റെ പേര് ഒന്ന് ഓർത്തിരിക്കുക, ലത്തൂർ എന്നാണ് കേട്ടോ. ഇനി ഭൂകമ്പ തീവ്രത കേരളത്തിൽ എങ്ങനെയാന്നുള്ളതാണ് പറയുന്നത്. കേരളം
ഭൂകമ്പ ദുരന്ത സാധ്യതയിൽ നിന്ന് മുക്തമല്ല എന്നാണ് ഭൂപടം സൂചിപ്പിക്കുന്നത്. സാമാന്യം അല്ലെ ദുരന്തം ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ് കേരളം എന്നാണ് നമ്മൾ പറഞ്ഞത്. സമീപകാലത്തായി കേരളത്തിൽ ഭൂകമ്പങ്ങൾ മൂലമുള്ള അപകട സാധ്യത വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തെ സാമാന്യം ദുരന്ത തീവ്രതയുള്ള മേഖലയായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും കരുതലോടെ ഇരിക്കണം എന്നാണ് അർത്ഥം. ഭൂകമ്പ സാധ്യതയുള്ള ഇടങ്ങളിൽ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഇനി മുൻകരുതലുകൾ. ഭൂകമ്പം എന്ന് പറയുന്നത് നമുക്ക് തടയാൻ പറ്റില്ല അല്ലെ, തടയുക എന്ന് പറയുന്നത് സാധ്യമല്ല. പക്ഷെ നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള നടപടികളിലൂടെ എന്ത് ചെയ്യാം? നാശനഷ്ടങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നാശനഷ്ടങ്ങൾ ഇത്രയും അധികമാകാൻ കാരണം കെട്ടിടങ്ങൾക്ക് ഭൂകമ്പ ആഘാതം താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ഭൂകമ്പത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ മരിക്കുന്നതും പരിക്കേൽക്കുന്നതും എല്ലാം എന്തുകൊണ്ടാണ്? കെട്ടിടങ്ങൾക്കടിയിൽപ്പെട്ടിട്ടാണ് അല്ലെ, തകർന്നു വീഴുന്ന കെട്ടിടങ്ങൾക്കടിയിൽപ്പെട്ടിട്ടാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് എന്ത് മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടി പറ്റും? ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന കെട്ടിട നിർമ്മാണ രീതികൾ അവലംബിക്കുക. താരതമ്യേന ഭാരം കുറഞ്ഞ മേൽക്കൂരകളാണ് കൂടുതൽ സുരക്ഷിതം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർക്കുക കേട്ടോ. അടുത്തത് വെള്ളപ്പൊക്കത്തെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം സഹ്യപർവ്വതത്തിന്റെ ചരിവുകളിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന 44 നദികളുടെ നാടാണ് കേരളം അല്ലെ. കേരളത്തിൽ ആകെ 44 നദികളാണ് ഉള്ളത്. ഇവയിലൊക്കെ മഴക്കാലത്ത് ഏതാനും ദിവസം വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ട് അല്ലെ. മഴക്കാലത്ത് ധാരാളമായി വെള്ളം ഒഴുകി എത്തുമ്പോൾ നദിക്ക് ആ വെള്ളം മുഴുവനും ഉൾക്കൊള്ളാൻ കഴിയാതെ വരും. അത്തരം അവസ്ഥയിൽ നദി കര കവിഞ്ഞൊഴുകും. ഇതാണ് എന്ത്? വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. എന്താണ് വെള്ളപ്പൊക്കം? മഴക്കാലത്ത് ധാരാളമായിട്ട് വെള്ളം ഒഴുകി എത്തുമ്പോൾ നദിക്ക് ആ വെള്ളം മുഴുവനായിട്ടും ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോൾ അത് കര കവിഞ്ഞൊഴുകും. അതിനെയാണ് വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. ഹിമാലയൻ നദികളിൽ വിശേഷിച്ചും ബ്രഹ്മപുത്ര നദിയുടെ താഴ്വാരങ്ങളിൽ നിരന്തരം വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്. ഏത് നദിയുടെ താഴ്വരത്താ? ബ്രഹ്മപുത്ര നദിയുടെ താഴ്വരയിലാണ് വെള്ളപ്പൊക്കം ഉണ്ടാവാറുള്ളത്. ഈ നദിയുടെ വൃഷ്ടി പ്രദേശങ്ങൾ പൊതുവെ കനത്ത മഴ ലഭിക്കുന്ന ഇടങ്ങളായതിനാലാണ് വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത്. അപ്പോൾ ബ്രഹ്മപുത്ര നദിയുടെ വൃഷ്ടി പ്രദേശങ്ങൾ പൊതുവെ കനത്ത മഴ ലഭിക്കുന്ന ഇടങ്ങളായതുകൊണ്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത്. താഴ്വരങ്ങളിൽ മാത്രമല്ല മലമ്പ്രദേശങ്ങളിലും പൊടുന്നനെ വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ട്. താഴ്വരങ്ങളിൽ മാത്രമല്ല മലമ്പ്രദേശങ്ങളിലും പൊടുന്നനെ വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ട്. കനത്ത മഴയെ തുടർന്ന് നോക്കി നിൽക്കെ ജലനിരപ്പുയരുന്ന പ്രതിഭാസമാണ് മലവെള്ളപ്പാച്ചിൽ. എന്താണ്? കനത്ത മഴയെ തുടർന്ന് നമ്മൾ നോക്കി നിൽക്കെ ജലനിരപ്പുയരുന്ന പ്രതിഭാസത്തെയാണ് മലവെള്ളപ്പാച്ചിൽ അഥവാ ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്നത്. സമീപകാലത്ത് ഇതിന്റെ ഡെഫിനിഷനൊക്കെ പഠിക്കണം കേട്ടോ. ഉരുൾപൊട്ടലൊക്കെ ഡെഫിനിഷൻ തന്നിട്ട് അത് അതുപോലെ ചോദിച്ചിട്ടുണ്ട് SCRT-യിലുള്ളത്. അപ്പൊ അത് പഠിച്ചേക്കണം. സമീപകാലത്ത് ഉത്തരാഖണ്ഡിലുണ്ടായ വെള്ളപ്പൊക്കം ഇതിന് ഉദാഹരണമാണ്. മരുഭൂമികളിലും അപൂർവമായ മഴയെ തുടർന്ന് ഇത്തരം പ്രതിഭാസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ വെള്ളപ്പൊക്കത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ വെള്ളപ്പൊക്കം ചില ചരിത്ര രേഖകൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പഠിക്കണേ. കേരളത്തിൽ ഉണ്ടായതെന്ന് കരുതപ്പെടുന്ന വെള്ളപ്പൊക്കങ്ങളിൽ ഏറ്റവും പഴയ രേഖയുള്ളത് CE 371 അപ്പൊ ഏറ്റവും പഴയ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് CE 371 CE 1341 കേരള തീരത്തുണ്ടായ ഭൂകമ്പത്തോടനുബന്ധിച്ചും വെള്ളപ്പൊക്കവും ഉണ്ടായി. 1341 കേരള തീരത്തുണ്ടായിട്ടുള്ള ഭൂകമ്പത്തോടനുബന്ധിച്ച് വെള്ളപ്പൊക്കം ഉണ്ടായി. ഇതേക്കുറിച്ച് ഗ്രീക്ക് പണ്ഡിതനായിട്ടുള്ള പ്ലിനി നാച്ചുറൽ ഹിസ്റ്ററി എന്ന തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 1341 ഉണ്ടായിട്ടുള്ള ആ ഒരു ഭൂകമ്പത്തോടനുബന്ധിച്ചിട്ടുള്ള വെള്ളപ്പൊക്കത്തെ കുറിച്ച് ഗ്രീക്ക് പണ്ഡിതനായിട്ടുള്ള പ്ലിനി നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും മുതിർന്ന തലമുറക്കാരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒന്നാണ് 99 വെള്ളപ്പൊക്കം. 99 എന്നാൽ കൊല്ലവർഷം 1099. ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ഇത് CE 1924 അപ്പൊ 99 വെള്ളപ്പൊക്കവും കൂടെ ഓർത്തിരിക്കുക. ഇനി 2018 മഹാപ്രളയത്തെ കുറിച്ച് പറയുന്നുണ്ട്. 2018 ഓഗസ്റ്റിൽ കേരളത്തിലുണ്ടായ മഹാപ്രളയം ജീവഹാനിക്കും വ്യാപകമായ വസ്തുവകകളുടെ നാശനഷ്ടത്തിനും ഇടയാക്കി. അപ്രതീക്ഷിതമായി ലഭിച്ച ശക്തമായ മഴ പ്രളയത്തിന് കാരണമായി. ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോട്ടയം തുടങ്ങി 10ഓളം ജില്ലകളെ പ്രളയം അതിശക്തമായി ബാധിച്ചു. കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ വിവിധ സേനാ വിഭാഗങ്ങൾ, സന്നദ്ധ സംഘടനകൾ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവരുടെ സഹായത്തോടുകൂടി സമയബന്ധിതമായി നടന്ന രക്ഷാപ്രവർത്തനങ്ങൾ പ്രളയക്കെടുതിയുടെ വ്യാപ്തി കുറച്ചു. മലയാളിയുടെ ഒത്തൊരുമയുടെ വിജയമായിരുന്നു പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ദൃശ്യമായത്.
ഓക്കെ, അപ്പോൾ അതും നമുക്ക് അറിയുന്നതാണ്. ഇനി വെള്ളപ്പൊക്കം ഭീഷണിയാവാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്? പുഴയോട് ചേർന്ന പ്രദേശത്ത് വീട് വെക്കാതിരിക്കുക, വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക, അവ മഴവെള്ളത്തിന് താഴ്ന്നിറക്കുവാനുള്ള സ്ഥലമാണ്. നദീതീരങ്ങളിൽ ബണ്ടുകൾ നിർമ്മിക്കുക, അല്ലെ? അപ്പൊ വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക, നദീതീരങ്ങളിൽ ബണ്ടുകൾ നിർമ്മിക്കുക, പുഴയോട് ചേർന്ന പ്രദേശത്ത് വീട് വെക്കാതിരിക്കുക, ഇതൊക്കെയാണ് നമുക്ക് മുൻകരുതലുകൾ എന്ന് പറഞ്ഞിട്ട് എടുക്കാനുള്ളത് വെള്ളപ്പൊക്കത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ. ഈ ഭാഗത്തെ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് തടയാൻ പറ്റുമോ? ഇല്ല. എന്നാൽ വിവേകപൂർവമായ ഇടപെടലുകളിലൂടെയും കാലേക്കൂട്ടിയുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളിലൂടെയും ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന ആഘാത തീവ്രത കുറയ്ക്കാനും ജനങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി കൊണ്ടുവരുവാനും നമുക്ക് പറ്റും, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെയാണ് ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കുക, അതിനുവേണ്ടി ജനങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക, ഈ പ്രവർത്തനങ്ങളെല്ലാം ചേർന്നാണ് ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളെ നേരിടാം. വിവിധ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ അനുവർത്തിക്കേണ്ട നടപടികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കുക, നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്, എങ്കിലും നോക്കുക, ഒന്നുകൂടെ പറയാം. വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത്? പുഴയോരത്ത് താമസിക്കുന്നവർ എത്രയും വേഗം ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറുക, ശക്തമായ ഒഴുക്കുള്ളപ്പോൾ പുഴയിൽ ഇറങ്ങാതിരിക്കുക, വീടിനുള്ളിൽ വെള്ളം കയറുന്നുണ്ടെങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. ഇതൊക്കെയാണ് നമുക്ക് നടപടികൾ എടുക്കാൻ പറ്റുന്നത്. ഉരുൾപൊട്ടലാണെങ്കിലോ കുത്തനെ ചെരിവുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കുക, ചരിഞ്ഞ പ്രദേശത്ത് താമസിക്കുന്നവർ മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധാലുക്കളാവുക. ഇനി ഇടിമിന്നലാണെങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക, കാൽ നിലത്ത് തൊടാതെ തടിക്കട്ടിലോ പലകമേലോ ഇരിക്കുക, തുറസായ സ്ഥലത്താണെങ്കിൽ താടി കാൽ മുട്ടുകളിന്മേൽ എന്ന തരത്തിലിരിക്കുക, ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്നും മാറുക. സുനാമി ആണെങ്കിൽ കടലിൽ അസാധാരണമായ എന്തെങ്കിലും മാറ്റങ്ങളോ അത് സംബന്ധമായ മുന്നറിയിപ്പോ ലഭിച്ചാൽ എത്രയും വേഗം തീരത്തു നിന്നും മാറുക. ലൈഫ് ജാക്കറ്റ്, വായു നിറച്ച ട്യൂബ് എന്നിവയിൽ ഏതെങ്കിലും ഒപ്പം കരുതുക. ഭൂകമ്പം വരുവാണെങ്കിൽ വീഴാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾ, പരസ്യ പലകകൾ എന്നിവയുടെ സമീപത്തു നിന്നും മാറി നിൽക്കുക. തുടർച്ചലന സാധ്യതയുള്ളതിനാൽ ഔദ്യോഗിക അറിയിപ്പ് ലഭിക്കുന്നത് വരെ വീടുകളിലേക്ക് മടങ്ങരുത്. തുറസായ പ്രദേശങ്ങളാണ് സുരക്ഷിതം. ലിഫ്റ്റ് ഉപയോഗിക്കരുത്. മൂലകളാണ് വീടിനുള്ളിൽ സുരക്ഷിതമായ ഭാഗം. ജനലിനരികിൽ നിന്നും മാറുക. പിന്നെ അടുത്തത് പൊതുവായിട്ട് എടുക്കേണ്ട നടപടികൾ. പൊതു നടപടികൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഇത് ഏത് സംഭവിച്ചു കഴിഞ്ഞാലും, വെള്ളപ്പൊക്കമായിക്കോട്ടെ, ഉരുൾപൊട്ടലായിക്കോട്ടെ, ഇടിമിന്നലായിക്കോട്ടെ, സുനാമി, ഭൂകമ്പം, ഇതിലേത് ദുരന്തമുണ്ടായാലും പൊതുവായിട്ട് എടുക്കേണ്ട നടപടികൾ: 1. പരിക്കേറ്റവർക്ക് എത്രയും വേഗം വൈദ്യസഹായം എത്തിക്കുക. ഊഹാപോഹങ്ങൾ വിശ്വസിക്കാതിരിക്കുക, പ്രചരിപ്പിക്കാതിരിക്കുക. വിലപിടിപ്പുള്ള വസ്തുക്കൾ, രേഖകൾ എന്നിവ മാത്രം ഒപ്പം കരുതുക. അല്ലാതെ ബാക്കിയുള്ള വീട്ടു സാധനങ്ങളൊക്കെ പറക്കാൻ നിൽക്കാതെ വിലപിടിപ്പുള്ള വസ്തുക്കൾ, രേഖകൾ, ഇപ്പൊ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ റേഷൻ കാർഡ്, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രമാണങ്ങൾ, രേഖകളൊക്കെ എടുക്കുക. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. അത്യാവശ്യ മരുന്നുകൾ കരുതുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പൊതു നടപടികളിൽ വരുന്നത്. അത് നമുക്ക് അറിയുന്നതാണല്ലോ. ഇനി അടുത്തത് നോക്കാം. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമായും 3 ഘട്ടങ്ങളാണ് ഉള്ളത്. അപ്പൊ അതെന്തൊക്കെയാണ് ഇവിടെ നോക്കിയിരിക്കുക. തയ്യാറെടുപ്പ്, ദുരന്തം, പിന്നെന്താ, രക്ഷാപ്രവർത്തനങ്ങൾ, പുനരധിവാസം. കണ്ടോ, ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ദുരന്ത നിവാരണത്തിനുള്ള സർക്കാർ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കേട്ടോ. കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ചുമതല കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ്. കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതെല്ലാം ഏകോപിപ്പിക്കുന്നതിന്റെ ചുമതല ആർക്കാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ്. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, KSDMAക്കാണ് ഉള്ളത്. അതോറിറ്റിയുടെ കീഴിൽ സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം, അതായത് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റേഴ്സ്, SCOC, എല്ലാ ജില്ലകളിലെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു. അപ്പോൾ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ് എല്ലാ ജില്ലകളിലെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ സംസ്ഥാനത്തൊട്ടാകെ സ്വീകരിക്കേണ്ട നടപടികൾ, ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുകൾ എന്നിവ ജില്ലകൾക്ക് നൽകുന്നു. ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രങ്ങൾക്കാണ്, അതായത് DEOCക്കാണ് അതത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല ഉള്ളത്. ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകുന്നത്
ഈ കേന്ദ്രങ്ങൾ വഴിയാണ് ദുരന്തമുണ്ടാവാൻ ഇടയായാൽ ആരോഗ്യം, ക്രമസമാധാനം, ഫയർഫോഴ്സ്, പൊതുമരാമത്ത് തുടങ്ങിയ വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് ഈ കേന്ദ്രങ്ങളുടെ ദൗത്യം. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചിരിക്കുക. കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ചുമതല ആർക്കാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ്, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്കാണ് എന്നത് ഓർത്തിരിക്കുക. എല്ലാ ജില്ലകളിലെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഏത് സ്ഥാപനമാണ്? KSDMA കീഴിലുള്ള സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ SEOC ആണ് എല്ലാ ജില്ലകളിലെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. അതുപോലെ പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നത് ആരാണ്? DEOC ആണ്, അതായത് ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം. അപ്പോൾ കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ്. ജില്ലകളിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ആണ്. അതുപോലെ ഓരോ പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നത് ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം അല്ലെങ്കിൽ DEOC ആണ് എന്നത് ഓർത്തിരിക്കുക. ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകുന്ന കേന്ദ്രം ഏതാണ്? ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്തിരിക്കുക.